ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 96/2021 ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനകത്ത് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് പാർട്ടിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോസ് ഫുള്ളാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇങ്ങനെയാണ്: 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78 എന്ന് പറയുന്നത്? 3, 8, 13, 18 എന്ന് പറയുന്ന ഒരു ശ്രേണി, ഇതൊരു സമാന്തര ശ്രേണിയാണ്. കാരണം 3-ൽ നിന്ന് 5 കൂട്ടിയാൽ 8 കിട്ടും, 8-ൽ നിന്ന് 5 കൂട്ടിയാൽ 13 കിട്ടും, 13-നോട് കൂടി 5 കൂട്ടിയാൽ 18 കിട്ടും. സോ ബേസിക്കലി ഇത് 3 എന്ന് പറയുന്നത് ആദ്യത്തെ പദവും 5 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസുമായിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയാണ്. അതിലെ ഒരു എത്രാമത്തെ പദമാണ് 78 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം an is equal to a1 plus n minus 1 into d. അപ്പം an എന്ന് പറയുന്നത് nth ടേം. അപ്പൊ ഇവിടെ എത്രയാണ് വരേണ്ടത്? 78. അപ്പൊ 78 ഈക്വൽ ടു ഒന്നാമത്തെ ടേം എത്രയാണ്? 3 ആണ്, പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 5 ആണ്. സോ ഇങ്ങോട്ടേക്ക് 3-ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 78-ന് 3 പോകുമ്പോൾ 75 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 5 എന്ന് കിട്ടും. 75-നെയും 5-നെയും ക്യാൻസൽ ചെയ്ത് നമുക്ക് 15 കിട്ടും. അതായത് n മൈനസ് 1 ഈക്വൽ ടു 15, അതായത് n ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. n എന്ന് പറയുന്നത് 16-ാമത്തെ ടൈമാണ്. സോ 51-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി 16. അടുത്ത ചോദ്യം: ലഘൂകരിക്കുക 0.4 ഹോൾ റൈസ് ടു 4 ഇൻറ്റു 0.27 divided by 0.03 whole raised to 3. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഡെസിമൽ വരുന്ന കേസിനകത്ത് സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത് ഡെസിമലുകളെ ഒഴിവാക്കാം. സോ ഇവിടെ എന്താണ്? 0.2 raised to 4. അപ്പോൾ 0.2-നകത്ത് എന്തുണ്ട്? ഒരു ഡെസിമൽ ഉണ്ട്. അപ്പോൾ 0.2 raised to 4 വരുമ്പോൾ 4 ഡെസിമൽ വരും. 0.2-നകത്ത് ഒരു ഡെസിമൽ ഉണ്ട്, അത് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഡെസിമൽ. സോ നമുക്ക് ഇവിടെ ഒരു 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 0.27 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 0.03 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് ഇൻറ്റു ക്യൂബ് ആകുമ്പോൾ 2 + 2 + 2 6 ഡെസിമൽ പ്ലേസ്. കറക്റ്റാ? ഓക്കെ. അപ്പോൾ ഡെസിമലിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: 2 × 2 × 2 × 2 ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 3 × 3 × 3 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമ്മളിത് നോക്കാം. മുകളിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? മൊത്തം 6 താഴെ ഡെസിമൽ പ്ലേസ് എത്രയുണ്ട്? 6. മുകളിലും താഴെ തുല്യ എണ്ണമായതുകൊണ്ട് ആൻസറിൽ ഡെസിമൽ പ്ലേസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നേരെ തിരിച്ച് മുകളിൽ ഇപ്പൊ നമുക്ക് 8 ഡെസിമൽ പ്ലേസും താഴെ 6 ആണെങ്കിൽ രണ്ടുകൂടെ ക്യാൻസൽ ചെയ്തിട്ട് മുകളിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടാവും. അപ്പൊ ലഭിക്കുന്ന ആൻസറിനകത്ത് 2 ഡെസിമൽ പ്ലേസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്കറിയാം 3 × 3 9, 9 × 3 27. സോ 27-നെ 27-നെയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 2 × 2 4, 4 × 2 8, 8 × 2 16. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 16 ആയിരിക്കും. അടുത്ത ചോദ്യം: രണ്ട് സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അവ 3:5 എന്ന അനുപാതത്തിലാവും എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക. അപ്പൊ നമുക്ക് ആദ്യത്തെ സംഖ്യയായിട്ട് x ആയിട്ടും രണ്ടാമത്തെ സംഖ്യ y ആയിട്ടും എടുത്താൽ x/y, x:y എന്ന് പറയുന്നത് എന്ത് റേഷ്യോ ആണ്? 2/3 ആണ്. അതായത് x എന്ന് പറയുന്നത് 2/3 × y ആയിരിക്കും. x എന്ന് പറയുന്നത് 2/3 × y ആയിരിക്കും. ഈ രണ്ട് സംഖ്യയിൽ നിന്നും 5 കുറച്ചാൽ, രണ്ട് സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താ? x-ൽ നിന്ന് 5 കുറയ്ക്കുന്നു, x - 5. y-ൽ നിന്ന് 5 കുറയ്ക്കുന്നു, അപ്പൊ എന്ത് കിട്ടുന്നു? y - 5. y-ൽ നിന്ന് 5 കുറയ്ക്കുന്നു, y - 5. അപ്പൊ നമുക്കൊരു പുതിയ റേഷ്യോ കിട്ടുവാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. പുതിയ റേഷ്യോ കിട്ടും, 3/5 എന്ന് പറയുന്നത് പുതിയ റേഷ്യോ കിട്ടും. നമ്മൾ ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ക്രോസ് ചെയ്ത് നമുക്ക് എഴുതാം 5 × x - 5 ഈക്വൽ ടു 3 × y - 5 എന്ന് എടുക്കാനായിട്ട് പറ്റും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത് 5x - 25 ഈക്വൽ ടു 3y - 15 എന്ന് കിട്ടും. എക്സിനെ വൈയെ ഒന്നിച്ചാക്കിയാൽ നമുക്ക് എന്ത് എഴുതാം? 5x - 3y ഈക്വൽ ടു, ഈ -25 അപ്പുറത്ത് ചെല്ലുമ്പോൾ +25 ആവും. നമുക്ക് ഓൾറെഡി എന്തുണ്ട്? -15 + 25, അതായത് 25 - 15 ഈക്വൽ ടു 10 എന്ന് കിട്ടും. നമുക്ക് ഓൾറെഡി അറിയാം x എന്ന് പറഞ്ഞാൽ 2/3y ആണ്. x ഈക്വൽ ടു 2/3y ആണ്. എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 5 × 2/3y - 3y ഈക്വൽ ടു 10 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഇതെന്ത് വരും? 10y/3 - 3y ഈക്വൽ ടു 10. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ 3 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 10y - 9y ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 10 എന്ന് എഴുതാനായിട്ട് പറ്റും. 10y-ൽ നിന്ന് 1y കുറച്ച്, 9y കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് y ഈസ് ഈക്വൽ ടു 10 × 3 30 എന്ന് കിട്ടി.
വൈയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 2/3 വൈ ആണ്. therefore എക്സ് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു വൈയുടെ വാല്യൂ ആയി 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 3 ക്യാൻസൽ ചെയ്ത കിട്ടും. 10 ഇൻറ്റു 2 20 എന്ന് കിട്ടും. സോ അതിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 20 ആയിരിക്കും. ഓപ്ഷൻ എ 20 ആയിരിക്കും. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും? സോ ബേസിക്കലി 10 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 12 എന്ന് പറഞ്ഞാൽ ലൈക്ക് അത് 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്ന് 3 വീതം കുറയുന്നു. നമ്മുടെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? ഓരോ സംഖ്യകളെയും കൂട്ടുന്നു. അതിൽ നിന്ന് ആ കിട്ടുന്ന തുകയിൽ നിന്ന് നമ്പർ ഓഫ് ഡിജിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സംഖ്യയിൽ നിന്ന് 3 കുറച്ചാൽ ഓട്ടോമാറ്റിക്കലി ശരാശരിയിൽ നിന്ന് 3 കുറയും. ഓരോ സംഖ്യയിൽ നിന്ന് 3 കുറച്ചാൽ ശരാശരിയിൽ നിന്ന് 3 കുറയും. അപ്പൊ എന്താണ്? 10 സംഖ്യയുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്ന് 3 കുറച്ചാൽ ശരാശരി എന്ന് പറയുന്നത് 12ൽ നിന്ന് 3 കുറയും. അതായത് ഓപ്ഷൻ ഡി 9 ആയിരിക്കും ആൻസർ. അത് മനസ്സിലാത്തവർ മാത്തമാറ്റിക്കലി ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്ന 10 ഇൻറ്റു 12 120 എന്ന് കിട്ടും. ഓരോ സംഖ്യയിൽ നിന്നും 3 കുറയ്ക്കുന്നു. 10 സംഖ്യകൾ ഉണ്ടെങ്കിൽ മൊത്തം എത്ര വരും? 10 ഇൻറ്റു 3 30. 30 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. 90 ലഭിച്ചാൽ 10 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 90 ഡിവൈഡ് ബൈ 10 9 എന്ന് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം 3 raised to x minus y equal to 2187. 3 raised to x plus y equal to 243. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ മൂല്യം എന്ത്? സോ ഏതിന്റെ ഒരു സംഖ്യയുടെ പവർ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് തരുന്നത് അതിന്റെ പവർ തന്നെയായിരിക്കും. ഈ ലൈക്ക് നമ്മളിപ്പോൾ നോക്കുമ്പോൾ 2187 എന്ന് പറയുന്നത് എത്രാമത്തെ പവർ ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. 2187 എന്ന് പറയുന്നത് 3 raised to 7 ആണ്. 243 എന്ന് പറയുന്നത് 3 raised to 5 ആണ്. അതായത് 3 9 27 81 243. അപ്പൊ നമ്മൾ നോക്കിയേ 3 raised to x minus y equal to 3 raised to 7 ആണെങ്കിൽ x minus y equal to 7 എന്ന് എഴുതാനായിട്ട് പറ്റും. 3 raised to x plus y equal to 3 raised to 5 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഈ 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ മതി. നമുക്കറിയാം മുകളിലത്തെ ഇക്വേഷനിലും താഴത്തെ ഇക്വേഷനിലും എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്. y ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും തമ്മിൽ കൂട്ടുക. കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? y ക്യാൻസൽ ആയിപ്പോഴും. മൈനസ് വൈയും പ്ലസ് വൈ ആകുമ്പോൾ ക്യാൻസൽ ആയിപ്പോവും. എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു 7 5 12 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? 12 ഡിവൈഡ് ബൈ 2 6 എന്ന് കിട്ടും. എക്സിന്റെ മൂല്യം എന്ന് പറയുന്നത് 6 ആയിരിക്കും. ക്ലിയർ? എക്സിന്റെ മൂല്യം എന്ന് പറയുന്നത് 6 ആയിരിക്കും. അടുത്ത ചോദ്യം എഡ്വിൻ 11 മണിക്കൂറിൽ ഒരു യാത്ര പൂർത്തിയാക്കുന്നു. തന്റെ യാത്രയുടെ ആദ്യത്തെ പകുതി 20 കിലോമീറ്റർ പെർ മണിക്കൂറിലും രണ്ടാം പകുതി 24 കിലോമീറ്റർ പെർ മണിക്കൂറിലുമാണ് യാത്ര ചെയ്തത് എങ്കിൽ എഡ്വിൻ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ കണ്ടുപിടിക്കാം. സോ ബേസിക്കലി 11 മണിക്കൂറിന് ട്രാവൽ പൂർത്തിയാക്കും. ആദ്യ പകുതി രണ്ടാമത്തെ പകുതി. അപ്പൊ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ നമുക്ക് എന്തറിയാം? നമുക്കറിയാം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്, വേഗത എന്ന് പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ആദ്യത്തെ കേസിനകത്ത് സഞ്ചരിച്ച സ്പീഡ് എന്ന് പറയുന്നത് 20 ആണെങ്കിൽ 20 ഇൻറ്റു ആ സമയത്തെടുത്ത ടൈം, ആദ്യത്തെ പകുതി സഞ്ചരിക്കാൻ എടുത്ത ടൈമിനെ നമ്മൾ T1 ആയിട്ട് അസ്യൂം ചെയ്താൽ 20 ഇൻറ്റു T1 എന്നായിരിക്കും ആദ്യ പകുതിയുടെ ദൂരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പകുതി സഞ്ചരിച്ച സ്പീഡ് എന്ന് പറയുന്നത് 24 ആണ്. അവിടെ എടുത്ത സമയം, മുഴുവൻ സമയം എന്ന് പറയുന്നത് 11 മണിക്കൂർ ആണെങ്കിൽ ആദ്യത്തിൽ എടുത്തത് T1 ടൈം ആണെങ്കിൽ എന്താ രണ്ടാമത്തിൽ എടുക്കുന്ന 11 മൈനസ് ടി ആയിരിക്കും. ഇത് രണ്ടും എന്താണ്? നമ്മൾ ഡിസ്റ്റൻസ് ആ കാൽക്കുലേറ്റ് ചെയ്ത്. ആദ്യ പകുതിയും രണ്ടാമത്തെ പകുതിയും ആയതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് നമുക്ക് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം. 20നെയും 24നെയും 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 5 കിട്ടും. ഇവിടെ നമുക്ക് 6 കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 11 ഇൻറ്റു 6 66 മൈനസ് 6 T1 ഈക്വൽ ടു 5 T1 എന്ന് കിട്ടും. T1നെല്ലാം അടുപ്പിച്ച് കൊണ്ടുവന്ന് നമുക്ക് എന്ത് കിട്ടും? 5 T1 പ്ലസ് 6 T1 ഈക്വൽ ടു 66 എന്ന് വന്നു. 5 6 11 T1 ഈക്വൽ ടു 66. therefore T1 ഈക്വൽ ടു 66 ഡിവൈഡ് ബൈ 11 6 എന്ന് കിട്ടും. സോ ആദ്യം എടുത്ത ദൂരം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ T1 എന്ന് പറയുന്നത് 6 മണിക്കൂറും T2 എന്ന് പറയുന്നത് രണ്ടാമത് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ വരയ്ക്കും. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. 20 കിലോമീറ്റർ സ്പീഡിൽ 6 മണിക്കൂർ, 20 ഇൻറ്റു 6 120. തുല്യ ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് രണ്ടാമത് സഞ്ചരിച്ച എത്ര തന്നെയായിരിക്കും? 120 ആയിരിക്കും. അപ്പൊ 120 പ്ലസ് 120 240. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ചെയ്യേണ്ടത് നമുക്ക് അല്പം സ്പേസ് ആവശ്യമുണ്ട്, ക്ലിയർ ചെയ്യാം. ചോദ്യം ഇങ്ങനെയാണ്:
2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എങ്കിൽ ഒരു പുരുഷൻ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇതൊരു കോൺസെപ്റ്റ് ഓഫ് മാൻഡേറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. 2 സ്ത്രീകൾ 2 വിമൻ പിന്നെ 5 പുരുഷന്മാർ 5 മെൻ എത്ര ദിവസം പണിയെടുക്കുന്നു? 4 ദിവസം പണിയെടുക്കുന്നു. ഇതാണ് അവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അതേ ജോലി 3 സ്ത്രീകൾ 3 വിമൻ 6 പുരുഷന്മാർ 6 മെൻ എത്ര ദിവസം പണിയെടുക്കുന്നു? 3 ദിവസം പണിയെടുക്കുന്നു. ക്ലിയറാ? ഓക്കെ, ഫൈൻ. നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 8 വിമൻ പ്ലസ് 20 മെൻ ഈക്വൽ ടു 9 വിമൻ പ്ലസ് 18 മെൻ എന്ന് എഴുതാം. 9 വിമൻ പ്ലസ് 18 മെൻ എന്ന് എഴുതാം. മെന്നിനെ എല്ലാം ഒരു സൈഡിലേക്ക് വിമനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ 20 മെൻ മൈനസ് 18 മെൻ ഈക്വൽ ടു 9 വിമൻ മൈനസ് 8 വിമൻ എന്ന് കിട്ടും. അതായത് 2 മെൻ ഈക്വൽ ടു 1 വിമൻ. ഇതിന്റെ അർത്ഥം ഒരു ആൺ ചെയ്യുന്ന ജോലി ഒരു പെണ്ണ് ചെയ്യുന്ന ജോലി 2 ആണുങ്ങൾ കൂടിയേ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. ചോദ്യത്തിൽ അങ്ങനെയാണ്. അതായത് ഒരു പെണ്ണ് ചെയ്യുന്ന ജോലി 2 ആണുങ്ങൾ കൂടിയേ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പുരുഷൻ തനിയെ ചെയ്താൽ ഈ ജോലി തീരാൻ എത്ര ദിവസം എടുക്കും? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പിൽ നിന്ന് വർക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ സെറ്റിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2 വിമൻ പ്ലസ് 5 മെൻ ഇൻറ്റു 4 ദിവസം പണിയെടുക്കുന്നതാണ് 4 ദിവസം പണിയെടുക്കുന്നതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. കറക്റ്റാ? അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പുരുഷൻ ചെയ്യുന്ന ജോലി എത്രയാണെന്ന്. അപ്പൊ തന്നിരിക്കുന്ന വിമനിന്റെ അളവിനെ പുരുഷന്റെ ടേംസിൽ റീപ്ലേസ് ചെയ്യാം. ഒരു വിമൻ എന്ന് പറയുന്നത് 2 മെൻ ആണെങ്കിൽ ഇവിടെ 2 വിമൻ എന്ന് പറയുന്നത് 4 മെൻ ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാം? 4 മെൻ പ്ലസ് 5 മെൻ ഇൻറ്റു 4 ഈക്വൽ ടോട്ടൽ വർക്ക് ആയിരിക്കും. 5 4 9 മെൻ ഇൻറ്റു 4 അതായത് 36 മാൻഡേയ്സ്. അതായത് 36 ദിവസം ഒരാൺ തനിയെ ജോലി എടുത്താലാണ് വർക്ക് തരിക. അപ്പൊ ഒരു പുരുഷൻ തനിയെ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 36 ദിവസം വേണം. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ആൻസർ ഓപ്ഷൻ എ ആയിട്ട് കിട്ടി. ക്ലിയറാ? അടുത്ത ചോദ്യം, 5.2 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ലോഹഗോളം 5.2 സെന്റിമീറ്റർ ആരമുള്ള ഒരു സിലിണ്ടർ ഉപയോഗിച്ച് ഒരാളും ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നു. സിലിണ്ടറിന്റെ ഉയരം കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് 5.2 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ലോഹഗോളം. ഇത് വ്യാസം എന്ന് പറയുമ്പോൾ ഡയമീറ്റർ. അതിന് 5.2 സെന്റിമീറ്റർ വ്യാസമുണ്ടെങ്കിൽ അതിന്റെ ആരം എന്ന് പറയുന്നത് 2.6 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത്, അതിന്റെ വ്യാപ്തത വോളിയം എന്ന് പറയുന്നത് ഒരു സ്പിയറിനെ സംബന്ധിച്ചിടത്തോളം 4/3 പൈ ആർ ക്യൂബ്. 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ 2.6 ഇൻറ്റു 2.6 ഇൻറ്റു 2.6. ഇതാണ് നമ്മളൊരു സിലിണ്ടർ ആക്കി മാറ്റുന്നത്. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്ന പൈ ആർ സ്ക്വയർ എച്ച് ആണ്. സോ പൈ ഇൻറ്റു സിലിണ്ടറിന്റെ ആരം എത്രയാണ്? 5.2. 5.2 ഇൻറ്റു 5.2 ഇൻറ്റു സിലിണ്ടറിന്റെ ഉയരം അറിയില്ല, നമുക്കത് എച്ച് എന്ന് കൊടുക്കാം. പൈയും പൈയും ക്യാൻസൽ ആയി പോയി. 2.6ഉം 5.2ഉം ക്യാൻസൽ ആയ 2 കിട്ടി. 2.6ഉം 5.2ഉം ക്യാൻസൽ ആയി നമുക്ക് 2 കിട്ടി. ഈ 2 ഇൻറ്റു 2 4 ആണ്. ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം. എച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 2.6 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 2.6 divided by 3 almost it is near to 0.89 ആയിരിക്കും വരുന്നത്. സോ സിലിണ്ടറിന്റെ ഉയരം എന്ന് പറയുന്നത് 0.89 സെന്റിമീറ്റർ ആയിരിക്കും. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഓപ്ഷൻസിനകത്തൊന്നും 0.89 സെന്റിമീറ്റർ ഇല്ല. സോ ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. പക്ഷെ ഉത്തരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അടുത്ത ചോദ്യം, കിരൺ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശയിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം തിരികെ ലഭിക്കുന്ന തുക, അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അർദ്ധവാർഷിക കാലയളവിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മീൻസ് ഹാഫ് ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 12% വാർഷിക പലിശയെങ്കിൽ 6 മാസം കൂടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യും പലിശ എന്ന് പറയുന്നത് 6% ആയിരിക്കും. 50,000 രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. നമ്മൾ 50,000 രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. നമ്മൾ 50,000 രൂപ നിക്ഷേപിച്ചാൽ 50,000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 6% പലിശ എന്ന് പറയുമ്പോൾ ടോട്ടൽ തുക എന്ന് പറയുന്നത് എന്താവും? 100 + 6 106 ഡിവൈഡ് ബൈ 100 എന്ന് മാറും. 106 ഡിവൈഡ് ബൈ 100 എന്ന് മാറും. ഇനി വീണ്ടും ഒരു വർഷം കൂടിയുണ്ട്, സോറി അടുത്തൊരു 6 മാസം കൂടെ. വീണ്ടും പലിശ തുക എത്രയാവും? 106 ഡിവൈഡ് ബൈ 100 ആവും. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 + R/100
ഹോൾ റേസ് ടു n ആണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. 6 ഡിവൈഡ് ബൈ 100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 106 ഡിവൈഡ് ബൈ 100 എന്ന് വരും. ഈ 2 പൂജ്യം വെച്ചാൽ മൊത്തം 0 വെട്ടിക്കളയാം. എന്ത് കിട്ടി? 106 ഇൻറ്റു 106 ഇൻറ്റു 5, 106 ഇൻറ്റു 106 ഇൻറ്റു 5 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 56,180 രൂപയായിരിക്കും. കിരൺ 1 വർഷത്തിന് ശേഷം തിരികെ ലഭിക്കുന്നത് 56,180 രൂപ. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ് അടുത്തെന്ന് പറയുന്നത്. നിവിൻ 500 രൂപ കൊടുത്തൊരു വാച്ച് വാങ്ങി, ശേഷം 10% ലാഭത്തിൽ ഷിനോയിക്ക് വിറ്റു. ഷിനോയി അത് 20% നഷ്ടത്തിൽ ജനുവിനും, ജനു 10% നഷ്ടത്തിൽ ജീവനും മറിച്ചു വിറ്റു. എങ്കിൽ ജീവൻ വാച്ചിന് കൊടുത്ത വില എത്ര? ഫസ്റ്റ് എന്താണ്? 500 രൂപ വിലയുള്ള വാച്ച് 10% ലാഭത്തിൽ വിറ്റു. ഇപ്പൊ 100% ആണെങ്കിൽ 10% ലാഭം എന്ന് പറയുമ്പോൾ 110 ഡിവൈഡഡ് ബൈ 100. ദെൻ അതിനുശേഷം അതിനെ 20% നഷ്ടത്തിൽ വിറ്റു. 20% നഷ്ടം എന്ന് പറയുമ്പോൾ 80 ഡിവൈഡഡ് ബൈ 100. അതിനുശേഷം വീണ്ടും അത് 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് 10 പോയ 90 ഡിവൈഡഡ് ബൈ 100. ക്ലിയർ ആണോ? അപ്പൊ ജീവൻ കൊടുത്ത വാച്ചിന്റെ വില എത്ര? ക്ലിയർ ആ? അങ്ങനെയാണ് എങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ ഈസി ആയിട്ട് 100-നെയും 80-നെയും ക്യാൻസൽ ചെയ്താൽ 4/5 എന്ന് കിട്ടും. 90-നെയും 100-നെയും ക്യാൻസൽ ചെയ്താൽ 9 ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടും. ഈ 2 പൂജ്യം ക്യാൻസൽ ചെയ്ത് 11 ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടും. സോ ഇവിടെ നോക്കിയാൽ നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് 5 ആകും, ഇത് നമുക്ക് 2 ആവും. 2 കൊണ്ട് ഇതിനെ വീണ്ടും ക്യാൻസൽ ചെയ്താൽ, 2 കൊണ്ട് നമ്മൾ ഇതിനെ വീണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ 5 കിട്ടും. ക്ലിയർ ആ? ഓക്കെ, 5 കിട്ടുന്നുണ്ടെങ്കിൽ 5 കൊണ്ട് 500-നെ ക്യാൻസൽ ചെയ്താൽ നമുക്കിത് 100 കിട്ടും. 100-നെയും 5-നെയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 20 കിട്ടും. കറക്റ്റാ? 20-നെയും 5-നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ, 20-നെയും 5-നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 കിട്ടും. സോ എന്ത് കിട്ടി? 11 ഇൻറ്റു 4 44 ഇൻറ്റു 9. 44 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 396 രൂപ. നമുക്ക് എത്ര കിട്ടും? 396 രൂപ. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദ്യ പേപ്പറിനകത്ത് ചോദിച്ച ആദ്യത്തെ 10 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിയിൽ ചോദിച്ച ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ ഇപ്പോൾ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. എല്ലാവരിലേക്കും ഇവിടെ ലിങ്ക് കൂടി അയച്ചു കൊടുക്കുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.